Next topic, communication on the web. നമുക്ക് മെയിനായിട്ട് വെബ്സൈറ്റുകളുടെ പ്രാധാന്യവും ഉപയോഗവും എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്. അപ്പോൾ ഓരോ വെബ്സൈറ്റിലൂടെ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങണമെങ്കിൽ അതിൻ്റെ ഒരു വെബ്സൈറ്റിൽ കയറിയിട്ട് നമ്മളവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം വരുന്നു. എന്നിട്ട് നമുക്കത് ഓൺലൈൻ പേയ്മെൻറ്റ് ആണെങ്കിൽ നമ്മളവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഉടൻ തന്നെ പേയ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള സൈറ്റിലേക്ക് കണക്റ്റഡ് ആവുന്നു. അതനുസരിച്ച് പേയ്മെൻറ്റ് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഓർഡർ അവിടെ സക്സസ്ഫുള്ളായി. ഇങ്ങനെയുള്ളൊരു സംവിധാനമാണ് നമ്മൾ സാധാരണയായിട്ട് കാണുന്നത്. അപ്പോൾ ഈ ഒരു രീതി നമ്മൾ കാണുകയാണെങ്കിൽ അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, എങ്ങനെയാണ് അവിടെ ആ വെബ്സൈറ്റിലേക്ക് നമ്മൾ കണക്റ്റ് ആവുന്നതും ആ വെബ്സൈറ്റിൽ നിന്നുമുള്ള ഡീറ്റെയിൽസ് നമ്മളുടെ കമ്പ്യൂട്ടറിലേക്ക് വരുന്നതും എന്നാണ് അറിയേണ്ടത്. അതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോണേ. ആദ്യം തന്നെ URL എന്ന് പറയും. URL എന്ന് പറഞ്ഞാൽ ആ കംപ്ലീറ്റ് വെബ്സൈറ്റിൻ്റെ അഡ്രസ്സാണ്. അപ്പോൾ URL എന്ന് പറയുന്നത് വെബ്സൈറ്റ് അഡ്രസ്. നമുക്ക് തന്നെ അറിയണം ഏത് വെബ്സൈറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ ഒരാൾ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് സാധനം വാങ്ങണത്, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓൺലൈൻ ഷോപ്പിങ്ങിൽ നിന്നാണ് വാങ്ങുന്നതെങ്കിൽ ആ ഫുൾ വെബ്സൈറ്റ് അഡ്രസ്സ് അയാൾക്ക് അറിയണം. അപ്പോൾ ആ വെബ്സൈറ്റ് അഡ്രസ്സാണ് അയാൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ബ്രൗസറിൽ. അത് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ DNS സെർവർ, അതായത് ഡൊമെയിൻ നെയിം സിസ്റ്റം എന്ന സംവിധാനത്തിലൂടെയാണ് ഈ വെബ്സൈറ്റുകളുടെ എല്ലാം പേരുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് ഓരോ കമ്പനികളായിട്ട് അവരുടെ വെബ്സൈറ്റ് ഉണ്ടാക്കുമ്പോൾ തന്നെ അവർ രജിസ്റ്റർ ചെയ്യുന്നതാണ് ആ പേര്. അപ്പോൾ ആ പേരനുസരിച്ച് കൃത്യമായ സ്പെല്ലിങ്ങോട് കൂടി നമ്മൾ ടൈപ്പ് ചെയ്താൽ മാത്രമേ ആ വെബ്സൈറ്റിലേക്ക് നമുക്ക് പ്രവേശനം കിട്ടുള്ളൂ. നിങ്ങൾ ടൈപ്പ് ചെയ്ത പേരിൽ എന്തെങ്കിലും ഒരു ലെറ്റർ മിസ്സിങ് ആവുകയോ അല്ലെങ്കിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആവുകയോ ചെയ്താൽ നിങ്ങൾക്കൊരിക്കലും അതിലേക്ക് കയറാൻ സാധിക്കില്ല. അത് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് അവിടെ അറിയേണ്ടത് അതിൻ്റെ ആ ഒരു IP പ്രോട്ടോകോൾ അഡ്രസ്സ്, അതായത് കൃത്യമായിട്ട് ഇന്ന പേരിൽ തന്നെയാണ് ആ വെബ്സൈറ്റ് ഇരിക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയുന്നത് ഈ ഒരു പ്രോട്ടോകോളിൻ്റെ സഹായത്തോടെയാണ്. എന്താണ് പ്രോട്ടോകോൾ? പ്രോട്ടോകോൾ ഈസ് എ സെറ്റ് ഓഫ് റൂൾ. ഒരു കൂട്ടം നിയമങ്ങളാണ് ഏതൊരു വെബ്സൈറ്റ് ഉണ്ടാക്കുമ്പോഴും. അതുപോലെ തന്നെ ആ ഒരു വെബ്സൈറ്റിൽ നമ്മൾ എന്തെല്ലാമാണ് ഉൾപ്പെടുത്തുന്നത്, ഇതിലെല്ലാം നിയമങ്ങൾ ബാധകമാണ്. അപ്പോൾ ആ നിയമത്തിനനുസരിച്ചാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ എന്തുണ്ടാവണു, നമ്മൾ ആ വെബ്സൈറ്റിൽ നമ്മളിപ്പോൾ www.facebook.com എന്ന് അടിച്ചു കഴിഞ്ഞാൽ ആ ഫേസ്ബുക്ക് എന്ന സൈറ്റിലേക്ക് നമ്മൾ കണക്റ്റഡ് ആവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കണക്റ്റഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് അവിടെയുള്ള എല്ലാ ഫെസിലിറ്റീസും ഉപയോഗിക്കാം. ഇനി IP പ്രോട്ടോകോൾ എന്താണ് ചെയ്യുന്നത്? ബ്രൗസർ കണക്ട്സ് ടു ദ സെർവർ. ഈ IP പ്രോട്ടോകോളിലൂടെയാണ് ബ്രൗസർ ഏത് സൈറ്റിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത് ആ കണക്ട് ചെയ്യാൻ ഉദ്ദേശിച്ച സൈറ്റിൻ്റെ സെർവറിലേക്ക് നമ്മളെ കണക്ട് ചെയ്യുന്നത്. അതിനായി നമ്മളെ സഹായിക്കുന്ന ഒരു സാധനമുണ്ട്, റൂട്ടർ എന്ന് പറയും. ഈ റൂട്ടർ എന്താണ് ചെയ്യുന്നത്? നമ്മളിപ്പോൾ അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് വേറെ ഏതെങ്കിലും സാധനമാണ് നമുക്ക് എടുക്കേണ്ടതെങ്കിൽ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്ത് അങ്ങനെ ക്ലിക്ക് ചെയ്ത് പോകുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് എന്താണോ ആവശ്യമായിട്ടുള്ളത് അത് നമുക്ക് ലഭ്യമാക്കുക എന്നുള്ള രീതിയിൽ അതിനെ പ്രവർത്തിപ്പിക്കുന്ന ആൾ റൂട്ടറാണ്. അപ്പോൾ റൂട്ടറിൻ്റെ ജോലി എന്താണ്? മേക്ക് ഷുവർ ദാറ്റ് ഇറ്റ് ഈസ് കമ്മ്യൂണിക്കേറ്റിംഗ് ഫ്രം ദ സെൻഡർ ടു ദ റിസീവർ. നമ്മളാണ് സെൻഡർ എങ്കിൽ നമ്മൾ അയക്കുന്നത് അവിടേക്ക് എത്തിയോ, അവിടെ നിന്നും നമുക്കതിൻ്റെ റിപ്ലൈ കിട്ടിയോ എന്നെല്ലാം നമുക്കറിയാൻ സാധിക്കുന്നു. അതേപോലെ ഈ IP പ്രോട്ടോകോൾ പോലെ തന്നെ നമുക്ക് അറിയേണ്ട മറ്റൊരു സാധനമുണ്ട്, TCP, ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ എന്ന് പറയും. ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഫയൽ അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻ്റൊക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യുമ്പോൾ കുറച്ച് നേരം പിടിക്കും. ആ നേരം കൊണ്ടാണ് അത് ഡൗൺലോഡായിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അവിടെ എന്താണ് ഉണ്ടാകുന്നത്? പാക്കറ്റ്സ് ഓഫ് ഇൻഫർമേഷൻ. ഈ ഇൻഫർമേഷൻ എല്ലാം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അതിനെ മാറ്റിയ ശേഷം
പാക്കറ്റ്സ് ഓഫ് ഇൻഫർമേഷൻ ആണ് നമുക്ക് സെൻഡ് ചെയ്ത് കിട്ടുന്നത്. അതായത് ഒരാൾക്ക് ഒരു ഡോക്യുമെൻറ്റ് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ അത് അവിടെ നിന്നും കുറച്ച് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കുറച്ചായിട്ട് വരികയാണ്. അതുകൊണ്ടാണ് അതിനായിട്ട് ഒരു ടൈം അവിടെ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനെ നമ്മൾ പറയുന്ന പേര് ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ എന്നാണ്. ഈ ഒരു പ്രോട്ടോകോൾ, ഈ സെറ്റ് ഓഫ് റൂൾസ് പ്രോട്ടോകോളിൻ്റെ സഹായത്തോടെ ഡാറ്റ പാക്കറ്റുകളായിട്ട് മുറിച്ച് നമുക്ക് സെൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നു. അപ്പോൾ എപ്പോഴും ഏതൊരു വെബ്സൈറ്റ് അല്ലെങ്കിൽ എവിടെ നമുക്ക് ഡാറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തിവിടുന്ന സന്ദർഭങ്ങളുണ്ടോ അപ്പോൾ നമ്മളവിടെ ഓർക്കേണ്ട കാര്യം TCP ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ തന്നെയാണ്. അതേപോലെ ഏതൊരു വെബ്സൈറ്റിലേക്ക് നമ്മൾ കണക്റ്റഡ് ആവുന്നുവെങ്കിൽ അവിടെ നമ്മൾ ഓർക്കേണ്ടത് IP ഇൻ്റർനെറ്റ് പ്രോട്ടോകോളാണ്. അപ്പോൾ URL കറക്റ്റായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ പർട്ടിക്കുലർ ഡൊമൈനിലേക്ക്, ആ പർട്ടിക്കുലർ വെബ്സൈറ്റിലേക്ക് കണക്റ്റഡ് ആവുന്നുള്ളൂ. അതിനുശേഷം അതിലെ ആ പ്രോട്ടോകോൾ അഡ്രസ്സ് നമ്മളെ ആ ബ്രൗസർ വഴി കണക്റ്റ് ചെയ്തിട്ട് സെർവറിലേക്ക് എത്തിക്കുന്നു. അങ്ങനെ ആ സെർവറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ നിന്ന് എന്ത് ഫെസിലിറ്റീസ് വേണമെങ്കിലും ലഭിക്കുന്നു. അടുത്തതായി നെറ്റ്വർക്ക് എന്ന കൺസെപ്റ്റിനെ കുറിച്ച് നമുക്ക് പരിചയപ്പെടണം. ഈ വെബ്സൈറ്റുകളെല്ലാം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഒരു വെബ്സൈറ്റിൽ നിന്നും അടുത്ത വെബ്സൈറ്റിലേക്ക് അങ്ങനെ നമുക്കത് പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്നത് ഈ നെറ്റ്വർക്കിൻ്റെ ഫലമായിട്ടാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ വെബ്സൈറ്റുകളെല്ലാം രജിസ്റ്റേർഡ് ആയി കഴിയുമ്പോൾ തന്നെ നമുക്ക് ഓരോ വെബ്സൈറ്റുകൾ തമ്മിൽ നമുക്ക് ആക്സസ് ചെയ്യാനും ബന്ധപ്പെടാനും സാധിക്കുന്നു. ഇനി വെബ്സൈറ്റുകൾ ആക്സസ് ചെയ്യാന്ന് വെച്ചാൽ ഓരോ വെബ്സൈറ്റുകളായിട്ട് നമുക്ക് ലഭിക്കുക, അത് നെറ്റ്വർക്കിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതേപോലെ തന്നെ സെൻഡിങ് ഇമെയിൽസ്, നമുക്ക് ഇമെയിലുകൾ അയക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും. ഇന്ന് എല്ലാവരും മൊബൈലായതുകൊണ്ട് ഫുള്ള് SMS വാട്സാപ്പൊക്കെയാണ്. പക്ഷേ പണ്ട് നെറ്റ് മാത്രം നമുക്ക് ലഭ്യമായിരുന്ന കാലത്ത് നമ്മൾ ഇമെയിലുകൾ വഴിയാണ് എല്ലാ സന്ദേശങ്ങളും അറിയിച്ചിരുന്നത്. അപ്പോൾ ഇമെയിൽ അയക്കാം, നമുക്ക് ഇമെയിലിലൂടെ തന്നെ നമുക്ക് വേണമെങ്കിൽ അറ്റാച്ച്മെൻറ്റുകൾ, ഡോക്യുമെൻറ്റ്സ് ഒക്കെ അയക്കാൻ പറ്റും. വെബ്സൈറ്റുകൾ നമുക്ക് ആക്സസ് ചെയ്യുക, ഓരോ വെബ്സൈറ്റായിട്ട് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള ഒരു പ്രോട്ടോക്കോളാണ് HTTP എന്ന് പറയും. അതായത് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. എന്നാൽ അതേപോലെ ഇമെയിലുകൾ കിട്ടുന്നതിന് പിന്നിലൊരു പ്രോട്ടോക്കോൾ ഉണ്ട്. ഒരു പ്രോട്ടോക്കോൾ എന്താണ്? സെറ്റ് ഓഫ് റൂൾസ് ആണ് പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. അത് സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. അപ്പോൾ ഇമെയിലുകൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ അയക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോളാണ്. വെബ്സൈറ്റുകൾ നമ്മൾ ആക്സസ് ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ള പ്രോട്ടോക്കോൾ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോളാണ്. ഇനി അടുത്തതായിട്ട് കമ്മ്യൂണിക്കേഷൻ ഓൺ ദ വെബ്. ഓരോ വെബ്സൈറ്റുകളിൽ നിന്നും അടുത്ത വെബ്സൈറ്റുകളിലേക്ക് മാത്രമല്ല, നമ്മളാണ് ഒരു കമ്പ്യൂട്ടറിൻ്റെ മുൻപിലിരിക്കുന്നതെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള വെബ്സൈറ്റ് നമുക്ക് ആക്സസ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ബില്ലുകൾ അടയ്ക്കണം. അപ്പോൾ എന്ത് ചെയ്യാം? ഓൺലൈനായിട്ട് നമുക്കത് അടയ്ക്കാനുള്ള സംവിധാനമുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ടെലിഫോൺ ബില്ല്, അതല്ലാന്ന് വെച്ചാൽ ഇലക്ട്രിസിറ്റി ബില്ല്, എന്ത് ബില്ലാണെങ്കിലും നമുക്കപ്പോൾ അതിൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് നമുക്കത് ഓൺലൈനായിട്ട് പേ ചെയ്യാം. അപ്പോൾ എന്താ ഉണ്ടാവണമെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ ക്ലയൻറ്റ് എന്നാണ് പറയുക, നമ്മൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഓൺ ചെയ്തിട്ട് അതിൽ ആ വെബ്സൈറ്റ് എടുത്ത് ആ വെബ്സൈറ്റിൽ അവർ ചോദിക്കും ബിൽ നമ്പറും കാര്യങ്ങളും. ആ ബിൽ നമ്പറും കാര്യങ്ങളും എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ പേ എന്നുള്ള ബട്ടൺ വരും. ആ പേ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ബാങ്കിലേക്ക് കണക്റ്റഡായി ബാങ്കിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് അതാണ്. ക്ലയൻറ്റ് ടു വെബ് സെർവർ എന്നാണ് അതിന് നമ്മൾ പറയുന്ന പേര്. ക്ലയൻറ്റ് ആരാ? നമ്മൾ ആ പർട്ടിക്കുലർ ഏതിലാണോ പേ ചെയ്യണേ ആ പേ ചെയ്യേണ്ട സെർവറിലേക്ക് നമ്മളെ കണക്ട് ചെയ്യണം. വെബ് സെർവർ ടു സെർവർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ അതിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമ്മളുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ അവിടെ പേ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവർ ബാങ്കിൻ്റെ വെബ്സൈറ്റിലേക്ക് കണക്റ്റ് ആവും. എന്തിനാണ്? നമ്മൾ ബാങ്കിലൂടെ നമ്മുടെ കിടക്കുന്ന പൈസയിൽ നിന്നാണ് ഇതെടുത്ത് അടയ്ക്കണേ. അപ്പോൾ ബാങ്കിൻ്റെ വെബ്സൈറ്റിലേക്ക് കണക്റ്റഡ് ആവുന്നത് കൊണ്ട് അതിനെ നമ്മൾ വെബ് സെർവർ ടു വെബ് സെർവർ അങ്ങനെ നമുക്ക് കണക്റ്റ് ആവുന്നു എന്നർത്ഥം.
ഇനി ഇത് കണക്ഷൻ ആവുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ഓതൻറ്റിക്കേഷൻ ആൻഡ് സെക്യൂരിറ്റി എന്നാണ് അതിനെ പറയുന്നത്. എന്താണ് ഇതെന്ന് പറഞ്ഞു തരാം. സാധാരണ നിങ്ങൾക്ക് ഏറ്റവും അധികം ഇപ്പോൾ മൊബൈലിലൂടെയാണ് ഇപ്പോൾ നമ്മൾ ഈ നെറ്റ് ഫെസിലിറ്റി മുഴുവനായിട്ട് ഉപയോഗിക്കുന്നത്. എന്നാൽ തന്നെ മൊബൈൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ സാധാരണയായിട്ട് നമ്മളിപ്പോൾ ഒരു ബാങ്കിൻ്റെ വെബ്സൈറ്റിലേക്കൊക്കെ കയറുന്ന സമയത്ത് അവർ ചിലപ്പോൾ ചോദിക്കാറുണ്ട് നിങ്ങളുടെ ATM കാർഡ് നമ്പർ, നിങ്ങളുടെ ബാങ്കിലെ നെയിം എന്താണ്, കാർഡുമ വരുന്ന നെയിം എന്താണ്, കാർഡ് എന്നാണ് എക്സ്പയർ ആവുന്നത്, അതിൻ്റെ അതേപോലെ തന്നെ ആ കറക്റ്റായിട്ടുള്ള ATM നമ്പറാണോ നിങ്ങൾ എൻറ്റർ ചെയ്യുന്നത്, ഇതെല്ലാം അവർ ചെക്ക് ചെയ്യുന്നുണ്ട്. ഇതിനെല്ലാം പുറമെ നമ്മുടെ ATM പിൻ എൻറ്റർ ചെയ്യുന്നതിന് പകരം OTP ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ OTP എന്ന് പറയുന്നത് സെക്യൂരിറ്റിയാണ്. മറ്റേ കാർഡ് നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നത് ഓതൻറ്റിക്കേഷനാണ്. അതായത് നമ്മളാണ് ആ കാർഡിൻ്റെ ഉടമസ്ഥൻ അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ട് തന്നെയാണെന്ന് നമ്മളതുകൊണ്ട് സ്ഥിരീകരിക്കുന്നു. പക്ഷേ ഈ സെക്യൂരിറ്റി കൊടുക്കുന്നത് OTP കൊടുക്കുന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ നിങ്ങളുടെ ഇതേ മൊബൈൽ നമ്പറാണോ നിങ്ങൾ ബാങ്കിൽ കൊടുത്തിട്ടുള്ളത് ആണെങ്കിൽ ആ മൊബൈലിൽ തന്നെ നിങ്ങൾക്കതിൻ്റെ മെസ്സേജ് കിട്ടുന്നു. അപ്പോൾ കൃത്യമായിട്ട് നമ്മളെ അവരത് അറിയിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും ഇത്ര രൂപ വിഡ്രോ ചെയ്യാനായിട്ട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ തന്നെ അറിഞ്ഞിട്ടാണോ ഇത് ചെയ്തിട്ടുള്ളത് അല്ല എന്ന് വെച്ചാൽ ബാങ്കിനെ അറിയിക്കൂ എന്ന പേരിലൊരു മെസ്സേജ് അവർ നമുക്ക് അയച്ചു തരുന്നുണ്ട്. അപ്പോൾ നെറ്റ്വർക്കിൻ്റെ ഒരു ഭാഗമായിട്ട് വേണ്ട സുരക്ഷാ സംവിധാനമാണ് ഇത്.